കോഴിക്കോട് സാമൂതിരി PK കേരളവർമ്മ സ്ഥാനാരോഹണം ചെയ്തു. തളി മഹാദേവ ക്ഷേത്രത്തിലെത്തിയാണ് ചുമതലയേറ്റത്. സാമൂതിരിയുടെ അധികാരം ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമെന്ന് PK കേരളവർമ്മ പറഞ്ഞു. മലബാറിൻ്റെ ചരിത്രത്തിലെ ഒരു മുഹൂർത്തമാണ് രാജഭരണകാലത്തെ തുടർന്ന സാമൂതിരി രാജഭരണ കൈമാറ്റം. ഒരുപക്ഷെ അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് തളിയിൽ ഇപ്പോൾ പുതിയ സാമൂതിരിപ്പാടിൻ്റെ സ്ഥാനാരോഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമൂതിരിപ്പാട് കാലം ചെയ്താൽ അദ്ദേഹം ദേഹവിയോഗം ചെയ്താൽ തൊട്ടടുത്ത സ്ഥാനാരോഹണം ആരാണോ ചെയ്യേണ്ട മുതിർന്നാൾ അദ്ദേഹം ആ ക്രമത്തിലേക്ക് എത്തുകയാണ് പതിവ്. ഇപ്പോൾ തളി ക്ഷേത്രത്തിൽ മഹാദേവനെ തൊഴുതു കഴിഞ്ഞു. സാമൂതിരിപ്പാട് കേരളവർമ്മ നമ്മളോടൊപ്പം ചേരുകയാണ്. ഒരുപക്ഷെ ഇതൊരു മഹാഭാഗ്യമാണ് കോഴിക്കോട് സാമൂതിരി ആവാൻ പറ്റുക എന്നുള്ളത്. വലിയ ഭാഗ്യമാണ്. എന്താ ഇതിലൊരു ഈ സമയത്ത് അങ്ങേക്ക് മനസ്സ് തോന്നുന്നത് ഈ അമ്പലത്തിനോട് ചുറ്റുപറ്റുള്ളത് പൊതുജനങ്ങളുടെ സ്ഥാപനമാണ്. അപ്പോൾ കൂടുതലായിട്ട് പൊതുജനങ്ങൾക്ക് സൗകര്യമുള്ള പല ഏർപ്പാടുകളും നടത്താനുള്ള പരിപാടിയുണ്ട്. എത്രത്തോളം എല്ലാവരും സഹായിക്കുന്നുള്ളത് എനിക്ക് പറയാറില്ല. അതാണ് പ്രധാന ഉദ്ദേശം. അതായത് ആൾക്കാരുടെ വന്ന് തൊഴാനുള്ള സൗകര്യം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, ഒരു തണുത്ത വെള്ളം സപ്ലൈ ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്, അതിപ്പോൾ ആരായാലും വിരോധമില്ല. പൊതുജനങ്ങൾക്ക് നേരത്തെ പോകുന്നവർക്കും അതേമാതിരി ഇവിടുത്തെ വഴിപാടുകൾ ഇതൊക്കെ ഒന്ന് പരിഷ്കരിച്ച് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയുണ്ട്. എത്രത്തോളം നടക്കുമെന്ന് എനിക്ക് പറയാൻ അറിയില്ല. പിന്നെ വലിയൊരു പ്രൊജക്റ്റ് ഉള്ളത് ഈ ഹൈസ്കൂളിലും ഇവിടെയൊക്കെ സോളാർ ഇത് വെച്ചിട്ട് ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിനുള്ള, സോളാർ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ അതിനുള്ള പരിപാടിയുണ്ട്. അത് കുറച്ച് സമയം പിടിക്കും, ബിക്കോസ് അതിനുള്ള ഫൈനാൻസ് അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്യണം. അങ്ങനെയുള്ള പല കാര്യങ്ങളും മനസ്സിലുണ്ട്. അതിൻ്റെ ചില തീരുമാനം എടുക്കാൻ 13-ാം തീയതി വലിയൊരു മീറ്റിംഗ് ഉണ്ട് എല്ലാ മെമ്പർമാരുടെയും. പിന്നെ ഇതേവരെ സാമൂതിരി മാത്രം നടത്തിയിരുന്നത് മാറ്റിയിട്ട് ഒരു ഗവേണിംഗ് കൗൺസിൽ വരാൻ പോവുകയാണ്. ആ ഗവേണിംഗ് കൗൺസിലിൽ ഡിഫറൻറ്റ് ഇതൊക്കെ കൊടുത്തും കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. അതൊരു പുതിയൊരിതാണ്. അതിന് നിയമ സാധ്യതയും വരും. എന്താ കാര്യം സാമൂതിരിപ്പാട് സ്വന്തം നിലയിൽ രാജാവ് എന്നുള്ള നിലയിൽ കൈകാര്യം ചെയ്തത് അത് ജനകീയമാക്കാൻ പോകുകയാണ്. അതെ, അതാണ് ഉദ്ദേശം. എത്രത്തോളം സക്സസ് ആവുമെന്നുള്ളത് ആൾക്കാരിതനുസരിച്ചിരിക്കും. മറ്റൊന്ന്, അങ്ങയുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ മഹാത്മാഗാന്ധിക്ക് വളയൂരി കൊടുത്ത ഒരു അമ്മയുടെ മകനാണ്. അപ്പോൾ ആ ഒരു ദേശസ്നേഹത്തിൻ്റെ, ദേശീയോദ്ഗ്രഹത്തിൻ്റെ ഒക്കെ ഒരു താവഴിയിലാണ് അങ്ങ്. അപ്പം ഇപ്പോഴാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പ്രസക്തമാകുന്നൊരു കാലഘട്ടമാണ്. അത് സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് സന്തോഷമുണ്ട്. അത്രേ പറയാൻ പറ്റുള്ളൂ ഇതിന്. മറ്റൊന്ന്, ഈ വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകൾ, കാരണം സാമൂതിരിപ്പാടിൻ്റെ കീഴിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അമ്പലങ്ങൾ പോലെ തന്നെ. അമ്പലങ്ങളിൽ ഭക്തർക്ക് സൗകര്യമൊരുക്കുമെന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം ഈ വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകൾ, അതുപോലെ പുതിയ ബാച്ചുകളൊക്കെ തുടങ്ങുന്ന കാര്യത്തിൽ എങ്ങനെയായിരിക്കും അങ്ങയുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടൽ എങ്ങനെയായിരിക്കും? ഇത് ഈ ഇപ്പോഴത്തെ സമ്പ്രദായത്തിൽ ഞാൻ പറഞ്ഞാൽ മഹാമോശമാണ്. പല തരത്തിലുള്ള പ്രഷറും ഇതൊക്കെ വന്നിട്ട് ഞാൻ ചില ആക്ഷൻ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ മോഡേൺ ആയിട്ടുള്ള പുതിയ കോഴ്സുകൾ തുടങ്ങാനും അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട്. അത് എത്രത്തോളം വേഗം ആവുന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. ഒക്കെയും മോഹമുള്ളത് കോഴ്സുകൾ തുടങ്ങും. എങ്ങനെയായാലും ആദ്യമായിട്ടുള്ള പ്രിഫറൻസ് സിവിൽ സർവീസസ് എക്സാമിനേഷനുള്ളൊരു പ്രിപ്പറേഷൻ കോഴിക്കോട് ഇവിടെ വെച്ചിട്ട്. ഇവിടെ മറ്റേ ഇവരുടെ ഉണ്ട്, കേരള ഗവൺമെൻറ്റിനുണ്ട്. അതിന് പുറമെ അത് സാമൂതിരി കുടുംബത്തിന് മാത്രമല്ല പൊതുജനങ്ങൾക്കും. അതെ, അങ്ങനെയുള്ള പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. എത്രത്തോളം എത്തുന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അവസാന ഒരു ചോദ്യം, കോഴിക്കോടിൻ്റെ മലബാറിൻ്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ ചരിത്രപരമായ പങ്ക് സാമൂതിരിപ്പാടിൻ്റെ പാരമ്പര്യം പങ്കുവഹിച്ചിട്ടുണ്ട്. ആ ഒരു മതേതരത്വം ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത്. അങ്ങേക്ക് പറയാനുള്ളത്? ഞാൻ സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജ് എറണാകുളത്ത് അവർ ഈ വിദേശ വ്യാപാരത്തിനെ പറ്റിയിട്ടൊരു സെമിനാർ നടത്തിയിരുന്നു. അതിൽ ഡോക്ടർ KN പണിക്കർ, ഞാനും വേറെയും 2-3 സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ അവിടെ വെച്ച് പറഞ്ഞത്, ഇന്ത്യയിലൊട്ടാകെ വിദേശ വിനിമയം നടന്നത് തുടക്കം സാമൂതിരിയുടെ കയ്യിൽ നിന്നാണ്. ഇവിടെ ഈരഴ തുണി പ്രത്യേക തരത്തിലുള്ള തുണി ഉണ്ടാക്കിയിരുന്നു. അത് വളരെ പോപ്പുലറാണ്. അന്ന് വാസ്കോ ഡി ഗാമയൊക്കെ വന്നതിന് ശേഷമോ വരുന്നതിന് മുമ്പേ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. സാമൂതിരിപ്പാട് തീർച്ചയാക്കി ഇത് ലോകത്തൊക്കെ പ്രശസ്തിയുള്ളതാണ്. അപ്പോൾ
ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് ഒരു കരാറുണ്ടാക്കി ഇത് എക്സ്പോർട്ട് ചെയ്യാൻ. അതെ. അങ്ങനെ ഇവിടുന്ന് കയറ്റുമതി അങ്ങനെ കയറ്റുമതി ചെയ്ത് ഇത് ലണ്ടനിലെത്തിയിട്ടുള്ള അതിൻ്റെ ആ തുണിയുടെ പേരാണ് കാലിക്കോ. ബ്രിട്ടീഷ് ഡിക്ഷണറി അല്ല, ഇംഗ്ലീഷ് ഡിക്ഷണറി നോക്കിയാൽ കാണാൻ കാലിക്കോ ക്ലോത്ത് ഇമ്പോർട്ടഡ് ഫ്രം കാലിക്കറ്റ്. പിന്നെ ഈ സുഗന്ധദ്രവ്യങ്ങളിൽ ആണ് ആദ്യത്തെ തുടക്കം. അങ്ങനെയാണ് വാസ്കോ ഡി ഗാമയൊക്കെ വരാൻ കാരണം. ഈ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ തീർച്ചയായും വേണ്ട കാര്യമാണ്. അതിനുള്ളത് എല്ലാവരും നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. അതിലപ്പുറം വേറെന്ത് പറയാനാണ്? ഇത് ഈ തരത്തിൽ പറയുന്നത് പൊതുജനങ്ങളും ശരി അതെ മനസ്സിലാക്കി സഹകരിക്കണം, അല്ലാതെ നിവൃത്തിയില്ല. താങ്ക് യു. എല്ലാ ആശംസകളും. SKN സമൂരിപ്പാട് സ്ഥാനാരോഹണം കഴിഞ്ഞു. അദ്ദേഹം 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അമ്പലങ്ങൾ നിരവധി സാമൂതിരി രാജഭരണത്തിൻ്റെ കീഴിലുണ്ട്, സാമൂതിരിപ്പാടിൻ്റെ കീഴിൽ. അവിടെയെല്ലാം ഭക്തർക്ക് സൗകര്യം, അതുപോലെ വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകൾ, അതുപോലെ IAS കോച്ചിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് മനസ്സിൽ സ്വപ്നം കാണുന്നത്. അത്തരം ലക്ഷ്യങ്ങളുമായാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നതെന്നാണ് പറയുന്നത്.